ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ വീണ്ടും ഒരു മീഷോ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത് എനിക്ക് ഇപ്പോൾ മീഷോന്ന് ഡെലിവറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇന്നേഴ്സ് ആവാനാണ് സാധ്യത. ലെറ്റ് മീ സീ. ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്ത്, നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്ത കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്ത് കളിക്കുന്നുണ്ട്. ഓരോരോ മോഹങ്ങൾ, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും വരുന്നതും അൺബോക്സിങ് ചെയ്യുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനിപ്പം വന്ന വശം പ്രൊഡക്റ്റ് ഇപ്പം എൻ്റെ കൈ പിടിയിട്ടുള്ളൂ. പിറ്റേ വശമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാമറയൊക്കെ ഷെയ്ക്കിംഗ് ആണ്. പ്രോപ്പറായിട്ടൊന്ന് സെറ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. എനിക്കിത് തുറക്കാനുള്ള ക്ഷമ നശിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് പിടിച്ച് വരുമ്പോഴേക്കും എൻ്റെ ക്ഷമയൊക്കെ നശിച്ച് പണ്ടാരം അടങ്ങിപ്പോവും. സോ അതുകൊണ്ട് ഞാൻ വേഗം ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് എല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് അൺബോക്സിങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം എനിക്ക് അത്ര എക്സൈറ്റ്മെന്റും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഞാൻ ഓർഡർ ചെയ്ത ബ്രാസ് ആണ്. ബ്രാസ്. ഓക്കെ, സോ ഓക്കെ, ഇത് നല്ല അടിപൊളി ബ്രായാണ് കേട്ടോ. നിങ്ങൾക്ക് ലോ റേറ്റിൽ ബ്രാ വേണമെന്നുണ്ടെങ്കിൽ മീഷോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്വാളിറ്റി വൈസ് ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് ഇറ്റ്സ് എ ഫുൾ കവറേജ് ബ്രാ. സൈസ് ഇസ് 32. ടീൻ പ്ലസ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഓക്കെ, ആൻഡ് ഇതാണ് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം. 3 ലോക്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ആൻഡ് ഇതിന്റെ എന്താ പറയാ, ഇതിനെന്തായിരുന്നു പറയുന്ന പേര് മറന്നുപോയല്ലോ. സോ ദിസ് ഈസ് വെരി ലെങ്ത്. നല്ല നേരിയതല്ലാതെ കുറച്ച് നല്ല കട്ടിയുള്ള ഒരു ഇതാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് നല്ല പോലെ ഹോൾഡ് ചെയ്യാൻ ഈ ഒരു സംഭവം സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഭാരം അനുഭവപ്പെടാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും. ഇത് കപ്പില്ലാത്ത നോ കപ്പ് ബ്രായാണ്, ഫുൾ കവറേജ് ബ്രായാണ്. പിന്നെ ഇതിന്റെ ഹുക്സ് വരുന്നത് ഇങ്ങനെയാണ്. ഹുക്ക് 3 ലെയറിലാണ് ഹുക്ക് വരുന്നത്. ഫുൾ കവറേജ് ബ്രായാണ്. നല്ല വലിയ രീതിയിലുള്ള എലാസ്റ്റിക്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല വലിയ രീതിയിലുള്ള എലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രാ. ക്വാളിറ്റി വൈസ് ഇറ്റ്സ് സോ ഗുഡ്, സോ അമേസിങ്. പെർഫെക്റ്റ് ഫിറ്റ് ആണ് എനിക്ക്. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് 32C ആണ്. ആൻഡ് വിച്ച് ഈസ് റിയലി പെർഫെക്റ്റ് ഫോർ മീ. ഞാനിപ്പം ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. സോ അതുകൊണ്ട് ബ്രസ്റ്റ് എല്ലാം കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് 32C ആണ് എൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാ 3 എണ്ണത്തിൻ്റെ പാക്കേജാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. ദിസ് ഈസ് സ്കൈ ബ്ലൂ എന്ന് പറയണോ ലാവൻഡർ എന്ന് പറയണോ, ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ്. സോ സെയിം 3 ഹുക്സ് ആണ്. ഇവിടെയും 3 ഹുക്സിന്റെ ഹോൾഡർ ആണ്. അത്യാവശ്യം അഡ്ജസ്റ്റ്മെന്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു 1 2 3 4 ലെയേഴ്സ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. പിന്നെ ടീൻ പ്ലസ് എന്നാണ് ബ്രാൻഡിന്റെ പേര്. നല്ല വലിയ ബ്രാൻഡൊന്നും അല്ല, ലോക്കൽ ബ്രാൻഡാണ്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഫുൾ കവറേജ് ആണ്, ഫുൾ കവറേജ് ബ്രായാണ്. മാത്രമല്ല സൈസ് ഈസ് വെരി ജെനുവിൻ ആൻഡ് വെരി പെർഫെക്റ്റ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് പെർഫെക്റ്റ് സൈസുള്ള ബ്രാ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇത് കുറച്ച് വലിയ ബ്രാ ഒക്കെ ആണെങ്കിൽ ഹോൾഡ് ചെയ്യാൻ ഇത്രയും വലിയ സ്ട്രാപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് മെലിഞ്ഞ സ്ട്രാപ്പ് ആണെങ്കിൽ ആ സ്ട്രാപ്പിന്റെ പാട് നമുക്ക് നമ്മുടെ ഷോൾഡറിൽ വരികയും ചെയ്യും. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് വെയിറ്റുള്ള ബൂംസ് ആണെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ കുറച്ച് താന്ന് വരാനൊക്കെ തുടങ്ങും. സോ കുറച്ച് ഹെവി ആയിട്ടുള്ള എന്താ പറയുക എലാസ്റ്റിക് ഉള്ള ബ്രാസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ചും പ്രസവത്തിന് ശേഷം നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി വലുതായിട്ടുണ്ടാവും നമ്മുടെ ബുബ്സ്. സോ അതൊന്ന് കറക്റ്റ് ഫിറ്റിൽ കിടക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നാളത്തേക്ക് ഇതൊന്ന് കുറഞ്ഞു വരുന്ന സമയം വരെ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിപ്പിൾ ഷോ ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ടീഷർട്ട് ബ്രാസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ ലൈറ്റ്ലി പാഡഡ് ബ്രാസ് യൂസ് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ചൂസ് ചെയ്ത വേറൊരു കളറാണ് കേട്ടോ. ഇത് നേവി ബ്ലൂ ആണ്.
ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഹുക്കും മറ്റു കാര്യങ്ങളെല്ലാം. ഓക്കെ, ഡാമേജും മറ്റു കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളിപ്പോൾ കണ്ടതാണല്ലോ. സോ കംഫർട്ടബിൾ ഫുൾ കവറേജ് ബ്രായാണ്. ഇത് വരുന്നത് കോട്ടൺ അല്ല, എന്താ ഈ മെറ്റീരിയൽ പറയുക, ഇത് പോളിസ്റ്ററും അല്ല പ്യുവർ കോട്ടണും അല്ല, ഒരു മിക്സ് ആൻഡ് മാച്ച് എന്തോ ഒരു കോട്ടൺ പ്ലസ് വേറെന്തോ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അവർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോട്ടൺ പ്യുവർ കോട്ടൺ എന്നൊക്കെയാണ്, പക്ഷെ അറിയില്ല, ഇത് പ്യുവർ കോട്ടൺ അല്ല, കുറച്ച് സ്ട്രെച്ചി ആയിട്ടുള്ള എന്നാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ്. ഞാൻ 3 എണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, 3 കളേഴ്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പല കളർ ഓപ്ഷൻസും നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സൈസ് നിങ്ങൾ ഈ ഒരു ബ്രാൻഡിന്റെ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇവർ ട്രൂ ടു സൈസ് ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫെക്റ്റ് സൈസ് തന്നെ കൊടുക്കാവുന്നതാണ്. ചില ബ്രാൻഡിന് വാങ്ങിക്കുന്ന സമയത്ത് ട്രൂ ടു സൈസ് ആയിരിക്കില്ല, സോ ഒരു സൈസ് അപ്പോ അല്ലെങ്കിൽ ഒരു സൈസ് ഡൗണോ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ബെറ്റർ നിങ്ങൾ മെഷർമെന്റ് എടുത്ത് കറക്റ്റ് ആയിട്ടുള്ള സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് താഴെ എത്ര സൈസ് വരുന്നുണ്ട്, അതുപോലെ മേലെ എത്ര സൈസ്, ബാൻഡ് സൈസ് എത്രയാണ് നോക്കി അതിനനുസരിച്ച് മെഷർ ചെയ്തിട്ട് ബ്രാസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനും നമുക്ക് നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ചാടുമ്പോഴോ ഒന്നും ബുദ്ധിമുട്ടില്ലാതിരിക്കാനും അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.